ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചിക്കൻ ഞാൻ ഇവിടെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലുള്ളതായാലും എല്ലില്ലാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ ചെറിയ പീസുകളാക്കി എടുക്കണം കേട്ടോ എന്തായാലും. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിയാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും ചിക്കന്. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സാധാരണ മുളക് പൊടി എടുത്താൽ മതി. കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതൊരു 3 തവണ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു 100 രൂപൻ്റെ താഴെ ഉള്ളൂ കേട്ടോ. 99 98 അങ്ങനെ എന്തോ രൂപയുള്ളൂ കേട്ടോ. അത് ഈ ഒരു റൗണ്ടിലുള്ള ഒരു റോള് 3 എണ്ണം ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 4 പേർക്ക് ഈ റോള് കറക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലോണം കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3 പേർക്കൊക്കെ ഈ ഒരു റോള് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളം വയ്ക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത് അങ്ങനെ തന്നെ ഒന്ന് ഒരു 3/4 ഭാഗം വേവണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതും അതിൻ്റെ ഇടയിൽ കൂടെ ആവുമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇതും കൂടി ഒന്ന് വേഗം വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞത് നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളം പിടിയാനായിട്ട് ഈ ഒരു ഓട്ടയുള്ള ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പണി നമ്മുടെ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കം എന്തായാലും വേണ്ട, എന്നാലാണ് കുറച്ചുകൂടി ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇടയിൽ ഇങ്ങനെ ഇതൊക്കെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ചിലർ സവോള ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ സവോള എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇത് ആദ്യം ക്യാബേജൊക്കെ എല്ലാം നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ക്യാബേജ് എന്തോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കെന്തോ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിനെ ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ അതേപോലെ തന്നെ ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് അതിൽ കിടക്കുമ്പോഴും. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്യില്ലേ, അതേ സെയിം രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളൊന്ന്. ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ മാറ്റിയ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഉപ്പിടുന്നില്ല, ഉപ്പിടാതെ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഇതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, കുറച്ച് നമുക്ക് ചിക്കൻ നൂഡിൽസ് ഇതിൽ കാണണം. അതായത് ചിക്കൻ കിടക്കുന്ന പോലെ തന്നെ ഇതും കുറച്ച് വലിയ പീസായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒരുപാട് പൊടിയാതെ ഇതേതുപോലെ ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് കൊരി മാറ്റിയ ശേഷം ഇതേ പാനിൽ തന്നെയാണ് നമ്മളെല്ലാം വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പച്ചമുളക് നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും ആ വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാബേജ് വേഗം വെന്ത് കിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒരു ഫ്ലെയിം കൂട്ടി തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട, അതായത് നല്ലോണം ഇത് വെന്ത് കുഴയൊന്നും വേണ്ടല്ലോ, ഒരു കടിക്കണം. അതായത് നമ്മൾ നൂഡിൽസ് കഴിക്കുന്ന സമയത്ത് ഇതും ചെറുതായിട്ടൊന്ന് ഉള്ളു കടിക്കണം, പുറമേ മാത്രമേ വേഗുള്ളൂ, ഉള്ളു അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് പകുതി ആയതും ഞാൻ ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഫ്ലെയിം കൂട്ടി തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് 1 ടീസ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നൂഡിൽസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഗരം മസാലയും കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.
ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ടേസ്റ്റ് കുറച്ചുകൂടി കൂടുന്നുണ്ട്. ഒരുപാട് പുളിപ്പ് വരരുത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ വേവിച്ച എല്ലാ ഐറ്റംസും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതോടുകൂടി നമ്മുടെ പണി കഴിയും. അപ്പോൾ ആദ്യം നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. പുട്ടിനും പത്തിരിക്കൊക്കെ അരി പൊടിച്ച് വെക്കാറുണ്ടല്ലേ, അതുപോലെ തന്നെ ഇഡലിക്കും ദോശയ്ക്കും അരി പൊടിച്ച് വെക്കുന്നത് പലരും ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് ഒരു വർഷത്തേക്കൊക്കെ ഇനി ഇഡലിയും ദോശയും നിങ്ങൾ അരച്ച് കുതിർക്കാനിടേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് രാത്രി കലക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി ഈ നൂഡിൽസിലേക്ക് എല്ലാം പിടിച്ച ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫ്രൈ ചെയ്ത മുട്ടയും ചിക്കനും ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ നൂഡിൽസ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണണേ.